ഹലോ ഗേയ്സ്, ഇപ്പം നമ്മൾ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ട് കൈമ റൈസിൽ. അപ്പോൾ നമുക്കെൻ്റെ റെസിപ്പി കാണിക്കാൻ പറ്റിയില്ല. കഴിച്ച് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നമ്മൾ മക്കളെ വിളിക്കാൻ പോയിട്ട് വന്നപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ചിക്കൻ വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ 1 കിലോ അരി കൂടെ മേടിക്കുമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അപ്പോൾ മക്കൾക്ക് ബിരിയാണി ചിക്കൻ വെക്കണമെന്ന് അവർക്ക് വിശപ്പ് കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ച് പെട്ടെന്ന് വയ്ക്കുകയാണ്. ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് കുക്കർ ബിരിയാണി വയ്ക്കുന്നത്. ബിരിയാണി വയ്ക്കും, കുക്കർ ബിരിയാണി എനിക്ക് അത്ര പെർഫെക്ഷൻ അല്ല. അപ്പം ഞാൻ നോക്കിയതിലൊക്കെ ഞാൻ എൻ്റെ വെള്ളത്തിൻ്റെ മെഷർമെൻറ്റാണ് നോക്കിയത്. എന്നിട്ടും എനിക്കത് അത്ര കറക്റ്റ് ആയില്ല. പിന്നെ ഇടയ്ക്ക് ഒരാൾ 3 കപ്പ് വെള്ളം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ 2.25 കപ്പ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 3 കപ്പ് വെള്ളം ഞാൻ വെച്ച്, എന്നിട്ട് നമ്മൾ സാധാ മസാലയൊക്കെ വെച്ച് എല്ലാം കുക്കറിനകത്തിട്ട് തന്നെ ഇച്ചിരി ഇറച്ചിയെടുത്ത് മസാലകളൊക്കെ കുറച്ച് മന്തി മസാല കയ്യിലിരിപ്പുണ്ടായിരുന്നു. അതിനെയൊക്കെ തട്ടിക്കൂട്ടി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഞെരടി ഒക്കെ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് വെള്ളം തിളപ്പിച്ച് ഇതിലോട്ട് ഒഴിച്ച് അരിയിട്ട് ഞാൻ ഒറ്റ വിസിൽ കേൾപ്പിച്ച് വിസിൽ എല്ലാം പോയി കഴിഞ്ഞിട്ട് ഞാൻ ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ എനിക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ ഞാൻ കണ്ട വീഡിയോയിൽ പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട്, ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ പറയണേണ്. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ട കാര്യമില്ല നമുക്ക്. അതായത് 2.25 കപ്പിന് 3 കപ്പ് അരി, അതായത് കൈമ റൈസാണ്. 3 കപ്പ് അരി 3 കപ്പ് വെള്ളം വെച്ചാൽ നമുക്ക് കറക്റ്റ് ഈ മെഷർമെൻറ്റിൽ കിട്ടും. എല്ലാവർക്കും ബിരിയാണി വയ്ക്കുമ്പോൾ ശരിയാവുന്നത് കൊണ്ടാണ്, ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഇത് നല്ല കണ്ട ഒട്ടും ഈർപ്പമില്ല. ഇതാ തിളങ്ങുന്നതെന്ന് വെച്ചാൽ എണ്ണയുടെ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൻ്റെതാണ് നല്ല ടേസ്റ്റ്, നല്ല രുചിയുള്ള ബിരിയാണിയാണ്. അപ്പം എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.